നീയും കൂടെ പോകേണ്ടതായിരുന്നു. ഇതാ അവൻ അതൊക്കെ നോക്കിയെടുക്കാൻ അറിയോ? അതെന്താ അമ്മയുടെ മോനിപ്പോഴും കൊച്ചു കുഞ്ഞാന്നാണോ അമ്മയുടെ വിചാരം? എന്നാലും സ്വർണ്ണമല്ലേടി. പ്രായം ഇത്രയും ആയില്ലേ, അതൊക്കെ നോക്കിയെടുത്തോളും. ആ ദേ വന്നല്ലോ അമ്മയുടെ പുന്നാര മോൻ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കുറിച്ച് കുറ്റം പറയായിരുന്നോ? കുറ്റം പറഞ്ഞത് ഞാനല്ല, ഇതാ നിന്റെ പെണ്ണുമ്പിളയാ. എല്ലാം വാങ്ങിയോ? ഇങ്ങടുത്ത് ഇത് കൊള്ളാലോ. അമ്മയല്ലേ അല്പം മുമ്പ് പറഞ്ഞേ അമ്മയുടെ മോന് ഒന്നും നോക്കി വാങ്ങാൻ അറിയില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എടീ അവൻ എന്റെ മോനല്ലേ, അവൻ ഇതൊക്കെ നോക്കിയെടുക്കാൻ നന്നായിട്ട് അറിയാം. പിന്നെ നിന്റെ കാര്യത്തിൽ മാത്രമേ അവനൊരു അബദ്ധം പറ്റിയിട്ടുള്ളൂ. അത് കറക്റ്റ്. അയ്യോ, എന്തിനാണ് ഇത്രയൊക്കെ വാങ്ങിച്ചത്? ഓരോ കുഞ്ഞിന്റെ നൂലിലായിട്ട് ഇത്രയൊക്കെ വേണോ? അമ്മേ അത് പിന്നെ അമ്മക്കുട്ടിക്ക് നമ്മൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് മാത്രമല്ല അന്നത്തെ പോലെ അല്ലല്ലോ, അമ്മക്കുട്ടി ഇപ്പോ അമ്മയുടെ കൊച്ചുമോളാ. അത് ശരി. ചെറിയ കുഞ്ഞിന് കൊടുക്കുമ്പോ നമ്മൾ അവക്കും എന്തേലും കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ ഇന്ദുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ചു. എവിടെ ഞാൻ പറഞ്ഞ സാധനം? അതെന്ത് സാധനമാടി? നിനക്കൊരു വള വാങ്ങിക്കണമെന്ന് ഞാൻ 2 ദിവസമായിട്ട് വിചാരിക്കുക. കൊള്ളാം, ഇത് നല്ല ഡിസൈനാ. അമ്മ ഈ കൈ നീട്ടി. എന്താടി എന്താ ഈ കാണിക്കുന്നത്? എന്തുവാ ഇതേ അമ്മയുടെ കയ്യില് കിടക്കട്ടെ. ആഹാ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അമ്മയ്ക്ക് ഞാൻ എന്തേലും വാങ്ങിച്ചു തന്നിട്ട് ഒത്തിരി നാളായില്ലേ. ഈ വള അമ്മയുടെ കയ്യില് കിടക്കട്ടെ. എന്റെ കുഴപ്പം കൊണ്ടല്ല ഇത് തീരാത്തെ. ഒന്ന് സംസാരിക്കാൻ പോലും അവള് സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്ന കേൾക്കാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല. ഈ പിണക്കം മാറ്റാൻ ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? നിങ്ങളൊന്നും സംസാരിച്ചാ ഇത് തീരാൻ പോകുന്നില്ല. ഞങ്ങൾ ആരും സംസാരിക്കാൻ പോകുന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് തീർക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ഒരു പ്ലാനും അവളുടെ അടുത്ത് വർക്കൗട്ട് ആവില്ല. എനിക്ക് പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി. എടാ, 4 വരെ ഞാൻ പിടിച്ചു നോക്കി, എവിടെ ഒരു രക്ഷയില്ല. അല്ല, എന്താ നിങ്ങളുടെ പ്ലാൻ? നാളെ രാവിലെ നൂല് കെട്ട്. ആ, അത് കഴിഞ്ഞ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വെച്ച് മാലയിടൽ. ഇതിനിടയിൽ നിങ്ങളുടെ പിണക്കം തീർക്കാനുള്ള ഐഡിയ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതങ്ങനെ നൂലുകെട്ടിനും മാലയുടെ ചടങ്ങിനൊക്കെ ആയിട്ട് ദേ സന്ദീപേ ഒരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ 2 പേരുടെയും കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കുന്നതിനൊപ്പം അടുത്തിടപഴകിയും ചേർത്ത് നിർത്തിയൊക്കെയുള്ള ചില ഫോട്ടോകളും ഞങ്ങൾ എടുപ്പിക്കും. പിന്നെ മാലയിടുന്ന സമയത്തും അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന പരിപാടികളുണ്ടാവും. ആ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിണക്കം കാണിക്കാൻ പറ്റില്ലല്ലോ. അതീ പ്രശ്നം കേറിക്കോണം. താലി കെട്ട് കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ്? എന്തായാലും താലി കെട്ടുന്നത് ഒരു കല്യാണം തന്നെയാണേ. ഞങ്ങളത് അങ്ങനെ തന്നെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല, എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാൻ? ടെൻഷൻ വേണ്ട, ഈ പ്ലാൻ വർക്കൗട്ട് ആവും. സിമ്പിൾ. അടുത്ത് ചേർന്ന് തൊട്ടും പിടിച്ചൊക്കെ നിൽക്കുമ്പോ എങ്ങനെയെങ്കിലും സംസാരിച്ച് പിണക്കങ്ങ് മാറ്റിക്കോണം. എന്താ പറ്റില്ലേ? നോക്കാം.
പക്ഷേ നടന്നാ മതിയായിരുന്നു. ഞങ്ങൾക്കൊരു വഴി തുറന്നു തരാനേ പറ്റൂ. ആ ബാക്കിയൊക്കെ സച്ചേട്ടനും എടുക്കാം. നാളെ സച്ചേട്ടന്റെ ഉള്ളിലെ പ്രേമത്തിന് ചെകുത്താനൊന്ന് അഴിച്ചു വിട്. കുറച്ച് താഴോട്ട് പറഞ്ഞേ. എല്ലാവരും നിരന്നിരിക്കും. രണ്ടുപേരും വാ 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 വാ, ഒന്ന് അനങ്ങി വാ. ധനുഷേ വാ വാ, ഇങ്ങോട്ടേക്ക് വാ. ആ സച്ചിടാ, അവിടെ പോയി നിൽക്കേ. ഇങ്ങോട്ട് വന്നേ, അവിടെ നിൽക്കാനുള്ളതിന് ചെല്ലു. ആ എല്ലാരും സെറ്റല്ലേ? ശരി ചേട്ടാ. ആ ചേർന്ന് നിക്കേടാ, ചേർന്ന് നിക്കേ. ആ സച്ചിടാ, അങ്ങോട്ട് ചേർന്ന് നിക്കേ. ആ എടുത്തോ.